2025 മഹാജൂബിലി വർഷത്തിൽ ആഗോള കത്തോലിക്ക സഭ ഒക്ടോബർ 19 മിഷൻ ഞായറായിട്ട് ആചരിക്കുമ്പോൾ അതിൻ്റെ ഒരു ആപ്തവാക്യമായി നാം എടുക്കുന്നത് മിഷണറീസ് ഓഫ് ഹോപ്പ് എമംഗ് ഓൾ പീപ്പിൾ എന്ന വാക്യമാണ്. ജനതകളുടെ ഇടയിൽ പ്രത്യാശയുടെ മിഷണറിമാർ. ഈ ഒരു മിഷൻ ഞായറിൻ്റെ ഈ ഒരു ആപ്തവാക്യം ഈ ഒരു മിഷൻ ഞായറിനോടനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇടവകളിലും രൂപതകളിലൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ വേണ്ടത്ര പിന്തുടർച്ചയോ അതിൻ്റെ ഫോളോ അപ്പ് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു മിഷൻ ഞായറിൻ്റെ ആ പിരിവും ആ ഉത്സാഹവും ആവേശവും ഒത്തൊരുമയെല്ലാം അതോടുകൂടി അവസാനിച്ചു പോകുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വെറും ഒരു ഒക്ടോബർ 3 ഞായറാഴ്ച മാത്രം മിഷണറിമാരെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്നതിനേക്കാൾ ഉപരി ഈ ഒരു ജീവിതകാലം മുഴുവൻ ഈ ഒരു മിഷനെ അറിയുവാനും മിഷനെ സ്നേഹിക്കുവാനും മിഷനെ സപ്പോർട്ട് ചെയ്യാനും കടപ്പെട്ടവരും വിളിക്കപ്പെട്ടവരും അതിനായിട്ട് നിയോഗിക്കപ്പെട്ടവരുമാണ് മാമോസ് സ്വീകരിച്ച ഓരോ ക്രൈസ്തവരും. സഭയുടെ അസ്തിത്വം തന്നെ സുവിശേഷ പ്രഘോഷണമാണ്. അതുകൊണ്ട് തന്നെ മാമോസ് സ്വീകരിച്ച ഓരോ ക്രൈസ്തവന്റെയും പ്രാഥമികമായിട്ടുള്ള ദൗത്യം സുവിശേഷ പ്രഘോഷണമാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന് പറയുന്ന മാർക്കോസിന്റെ സുവിശേഷത്തിലെ ആഹ്വാനം അത് ദിനം പ്രതി അനുവർത്തിക്കേണ്ടവരും ചെയ്യേണ്ടവരുമാണ് ഓരോ മാമോസ് സ്വീകരിച്ച ക്രൈസ്തവരും. ജീസസ് യൂത്ത് മുന്നേറ്റത്തിലൂടെ ഒരുപാട് യുവജനങ്ങളും ഒരുപാട് കുടുംബങ്ങളും ഈ കാലഘട്ടങ്ങളിൽ കേരളത്തിലും പുറത്തും ഇന്ത്യക്ക് പുറത്തൊക്കെ മിഷൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇടവയിലെ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ മിഷൻ പ്രവർത്തനങ്ങളിൽ മിഷൻ പ്രദേശങ്ങളിൽ സേവനം ചെയ്യുന്നവരുണ്ടായിരിക്കാം. നമുക്ക് അവരുടെ മിഷൻ സ്ഥലങ്ങളൊക്കെ ഒന്ന് എപ്പോഴെങ്കിലും വിസിറ്റ് ചെയ്യാൻ കുടുംബ കൂട്ടായ്മകൾ വഴിയോ നമ്മുടെ ഇടവ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ വഴിയോ ഏതെങ്കിലും രീതിയിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അവരുടെ മിഷൻ പ്രവർത്തനങ്ങളെ നേരിട്ട് കാണാനും മനസ്സിലാക്കാനും അങ്ങനെ ഒരു മിഷനെ സഹായിക്കാനൊക്കെയുള്ളൊരു വലിയ പ്രോത്സാഹനം അതിലൂടെ ലഭിക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പല രൂപതകളുടെയും കാറ്റീസം ഡിപ്പാർട്ട്മെന്റ് യുവജനങ്ങളെ ഒരാഴ്ചത്തെ മിഷൻ പരിശീലനത്തിലൂടെ കടത്തി വിടുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പോകുന്ന യുവജനങ്ങളുടെ ഇടയിൽ വിശ്വാസ വളർച്ചയും സഭയോടുള്ള സ്നേഹവും കൂടുന്നതായിട്ട് എനിക്ക് നേരിട്ട് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ നവദമ്പതികൾ ഹണിമൂൺ ട്രിപ്പ് പോകുന്നതൊക്കെ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ്. ഇതിന് പകരം ഏതെങ്കിലും ഒരു മിഷൻ സ്ഥലത്ത് പോയി ഒരാഴ്ച ആ ഒരു മിഷൻ സ്ഥലത്ത് താമസിക്കുവാനും അവിടെയുള്ള ജനങ്ങളുടെ കൂടെ ആയിരിക്കാനൊക്കെ സാധിക്കുന്നത് അവരുടെ ഒരു കത്തോലിക്ക ദാമ്പത്യ ജീവിതത്തിൽ കുറേയും കൂടി ദൈവത്തോടുള്ള ഒരു ബന്ധത്തിലും സ്നേഹത്തിലും ഒരു മിഷണറി കുടുംബമായിട്ട് അവർ വളർന്നു വരുവാനായിട്ട് ഇടയാകുന്നതിൽ സംശയമില്ല. നമ്മുടെ ഏറ്റവും അടുത്ത തമിഴ്നാട്, കർണാടക, ആന്ധ്ര പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് 3-4 ദിവസം ഉണ്ടെങ്കിൽ നമുക്കൊരു വീക്കെൻഡ് മിഷനൊക്കെ ചെയ്യുവാനായിട്ട് സാധിക്കും. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന മിഷൻ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. എല്ലാവർക്കും അവരുടെ സമയത്തിനും ഒക്കെ അനുസരിച്ചുള്ള മിഷൻ ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളും ലഭ്യമാണ്. അതെല്ലാവരും തന്നെ ഉപയോഗപ്പെടുത്തി നല്ലൊരു മിഷണറി കുടുംബങ്ങളായിട്ട് നമുക്ക് മാറാം, സഭയെ പടുത്തുയർത്താം. Tune in.